അധികം ആളുകൾക്ക് അറിയാത്ത ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലാണ് ഈ ഭൂപ്രശ്നം വഴിപാട്. വളരെയധികം അത്ഭുത സിദ്ധിയുള്ള ഒരു വഴിപാടാണ്. അപ്പോൾ അറിയാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. ഈ വഴിപാട് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടക്കോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ കാര്യവുമായി മുന്നോട്ട് പോകണോ അതോ ആ കാര്യം ചെയ്തിട്ട് കാര്യമില്ലേ, അങ്ങനെ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് അറിയാനുള്ളൊരു പ്രശ്നം വഴിപാട്, അതായത് പ്രശ്നം വയ്ക്കാൻ നോക്കുന്നത്. അതാണ് ഭൂപ്രശ്നം വഴിപാട് എന്നാണ് പറയുന്നത്. ഇത് ചോറ്റാനിക്കര മേൽക്കാവിൽ അംബികാ നടയിൽ നടത്തുന്ന വിശേഷ വഴിപാടാണ്. ദേവസ്വം കൗണ്ടറിൽ നിന്ന് നമുക്ക് 60 രൂപ അടച്ച് പേരും നാളും പറഞ്ഞ് ഭൂപ്രശ്നത്തിന് റെസീറ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഈ റെസീറ്റുമായിട്ട് നമ്മൾ മേൽക്കാവിൽ അമ്മയെ തൊഴുത് ശ്രീകോവിലിന് പുറകുവശത്ത് അകത്ത് മാല കെട്ടുന്ന വ്യക്തിയുടെ സമീപം ചെന്ന് ഈ റെസീറ്റ് കാണിക്കുകയോ അല്ലെങ്കിൽ ഭൂപ്രശ്നം വഴിപാടിനാണെന്ന് പറയാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 2 കെട്ടിവെച്ച ചെറിയ പൊതി നിങ്ങളെ ഏൽപ്പിക്കും. ഈ കെട്ടിവെച്ച ആ പൊതി തുറന്നു നോക്കാതെ, 2 പൊതികളും നമ്മൾ തുറന്നു നോക്കാതെ മേൽക്കാവിൽ അംബികയുടെ സമീപം നിന്ന് മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കണേ എന്ന് പൂർണ്ണമായ ഭക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തൃപ്പടിയുടെ സമീപമായി നിൽക്കുന്ന മേൽശാന്തിക്കരികെ ഈ റെസീറ്റ് നമ്മൾ ഒപ്പം 2 പൊതിയും ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് നിൽക്കാം. ശാന്തിക്കാരൻ നമ്മൾ കൊടുത്ത പൊതിയെടുത്ത് മേൽക്കാവിൽ അംബികയുടെ കയ്യിൽ വെച്ചിട്ട് കുറച്ച് സമയത്തിനകം ദേവിയുടെ തീരുമാനം അറിയിക്കാനായി അതിൽ നിന്നും ഒരു പൊതിയെടുത്ത് പുറത്തേക്ക് വരും. നിങ്ങളുടെ കൈവശം ശാന്തിക്കാരൻ തിരികെ ഏൽപ്പിക്കുന്ന കെട്ടിവെച്ച പൊതി, അതായത് ഒരെണ്ണം, അത് നമുക്ക് തിരിച്ച് തരും. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നീങ്ങി പൊതി തുറന്ന് നോക്കാം. അപ്പോൾ പൊതി തുറന്ന് അപ്പോൾ അതിൽ പുഷ്പങ്ങളാണ്. അപ്പോൾ നമുക്ക് തിരുമേനി തിരിച്ചു തന്ന പൊതിയിൽ വെള്ള പുഷ്പമാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. വെള്ള പുഷ്പമാണെങ്കിൽ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്നും അത് അനുകൂലമാണെന്ന് ദേവി അറിയിച്ചതായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. ഇനി പൊതി തുറന്ന് നോക്കുമ്പോൾ ചുവന്ന പുഷ്പമാണ് കിട്ടിയതെങ്കിൽ ആ കാര്യവുമായി മുന്നോട്ട് പോകേണ്ട, അതിന് കുറച്ച് ദോഷവശങ്ങൾ ഭാവിയിൽ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ദേവി ഈ അവസരത്തിൽ നിങ്ങൾക്ക് ചുവന്ന പുഷ്പം തന്നതെന്ന് മനസ്സിലാക്കണം. അമ്മയോട് നന്ദി പറഞ്ഞ് ഇനി ചുവന്ന പുഷ്പം കിട്ടുമ്പോൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം അതിൽ നിന്ന് ദോഷമുള്ളത് കൊണ്ടാണല്ലോ, അത് നടക്കില്ല, അപ്പോൾ അതുമായി മുന്നോട്ട് പോകണ്ട എന്ന് നമുക്ക്, അപ്പോൾ നമ്മൾ ആ പരാജയപ്പെടാതെ നമ്മൾ രക്ഷിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിരാശപ്പെടേണ്ട, അത് ദോഷം വരാതെ നമ്മളെ രക്ഷിച്ചു എന്ന് വേണം അതിൽ നിന്ന് നമ്മൾ കരുതാനായിട്ട് ഈ ചുവന്ന പുഷ്പം കിട്ടുന്നതിലൂടെ. ആയതിനാൽ ദേവിയോട് നന്ദി പറഞ്ഞ് ചുവന്ന പുഷ്പം കിട്ടിയ കാര്യം ദേവിയുടെ നടയിൽ ഉപേക്ഷിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാ. അതായത് നമ്മൾ ആ കാര്യം മനസ്സിൽ നിന്ന് വിട്ടേക്കുക, കാരണം അത് നടക്കില്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും ഈ ആഗ്രഹം വേണ്ട എന്ന് ദേവി നൽകിയ സൂചനയാണ് ചുവന്ന പുഷ്പത്തിൻ്റെ രൂപത്തിൽ കാട്ടുമ്പോൾ അതേ ആവശ്യം വീണ്ടും പരിഗണിച്ചിട്ട് നമ്മൾ പോയി വീണ്ടും ഈ ഭൂപ്രശ്നം ചെയ്യാനായിട്ട് പാടില്ല. മനസ്സിലായി? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വിവാഹക്കാരൻ നോക്കുന്നെങ്കിൽ അപ്പോൾ പറയണം, കാരണം അപ്പോൾ നമുക്ക് 3 പൊതികളാണ് തരാം. ഇനി വെള്ള പൂ കിട്ടിയാൽ നടത്താം, അതായത് ശുഭമാണ്. പച്ച കിട്ടിയാൽ വേണമെങ്കിൽ നടത്താം. ചുവപ്പ് കിട്ടിയാൽ ആ ബന്ധം വേണ്ട എന്നതാണ് ദേവി പറയുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹം ഉറപ്പിച്ച ശേഷം ഉള്ളവർ ഒരിക്കലും ഈ ഭൂപ്രശ്നം പോയി ചെയ്യാനായിട്ട് പാടില്ല. അതിന് മുൻപ് വേണം ചെയ്യാനായിട്ട്, അതായത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ്. ഭൂപ്രശ്നം ഇനി എല്ലാ ദിവസവും കാലത്ത് പന്തീരടി പൂജ കഴിഞ്ഞ് ഭഗവതിയെ അലങ്കാര രൂപത്തോടെ സ്വർണ്ണഗോളകയിൽ അണിയിച്ചൊരുക്കി രാവിലെ 8 മണി മുതൽ ഉച്ചപൂജ ദർശന സമയക്രമം അവസാനിക്കും വരെ ഭൂപ്രശ്നം നോക്കി ഫലമറിയാം. വൈകുന്നേരം 4 മണിക്ക് നട തുറക്കുന്ന സമയം തൊട്ട് ദീപാരാധനയ്ക്ക് മുമ്പ് വരെ ഭൂപ്രശ്നം നോക്കാറുണ്ട്. ഉദയം 8 മണി മുതൽ അസ്തമയത്തിന് മുമ്പ് വരെ ഭൂപ്രശ്നം നോക്കാൻ സാധിക്കും. നമ്മൾക്ക് സ്വന്തമായ ഒരു തീരുമാനം എടുത്താൽ ശരിയാവില്ല എന്ന് മനസ്സിൽ തോന്നുന്നവർക്കും, അതുപോലെ ദൈവികമായ ഒരു സാന്നിധ്യത്തിൻ്റെ സഹായം നമുക്ക് ഈ കാര്യത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ആശങ്ക ഉണ്ടാവുമല്ലോ, അപ്പോൾ മനസ്സിലെ ആശങ്ക ഒക്കെ പരിഹരിക്കാനുമായിട്ടാണ് ഈ ഭൂപ്രശ്നം ഓരോ ഭക്തരും വിശ്വാസപൂർവ്വം ഇത് ചെയ്യുന്നത്. അപ്പോൾ അമ്മ കാണിച്ചു തരുന്ന തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റില്ല എന്നതാണ് ഭൂപ്രശ്നത്തിൻ്റെ സവിശേഷതയും.